ഉച്ചയൂണും കഴിഞ്ഞിട്ട് ഉറക്കവും കഴിഞ്ഞ് ഉണർന്നപ്പം മണി 4. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചായ കുടിയാണല്ലോ. അപ്പോൾ ഇന്ന് ചായ പുറത്തുനിന്ന് കുടിക്കാമെന്ന് കരുതി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ അച്ചാച്ചിക്കും ചായ പുറത്തുനിന്ന് മതി. അങ്ങനെ ചായക്കട തപ്പി തപ്പി ഞങ്ങൾ വന്ന് എത്തിപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ. സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ ചായ കുടി ഇവിടുന്ന് തന്നെ അങ്ങ് അയക്കാമെന്ന് കരുതി. ഇങ്ങോട്ടുള്ള കയറ്റം കയറാൻ തുടങ്ങിയപ്പോഴേ മഴയായിരുന്നു കേട്ടോ. കണ്ണ് കാണാൻ പറ്റാത്ത മഴ. പിന്നിപ്പോൾ ഇത് എന്തിൻ്റെ കേടാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു രസമല്ലേ ഗൈസ്. ഈ കടയിലെ ചേട്ടൻ ഒരു കുട തന്നത് കൊണ്ട് മഴ നനഞ്ഞില്ല കേട്ടോ. ഒരുപാട് തവണ ഇതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പെരുമഴ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നി ഒരു മഴക്കാലത്താണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ കാഴ്ച ആസ്വദിക്കാൻ പറ്റിയൊരു സമയവും തോന്നുന്നു. പണ്ട് DQ പറഞ്ഞതുപോലെ മഴയും കട്ടനും ദേവരാജൻ മാഷിൻ്റെ പാട്ടും. സോറി ഗൈസ്, പാട്ട് കിട്ടിയില്ല. എന്നാലും ചായ കൂടി അന്തസ്സായി. എനിക്ക് അതിശയം തോന്നിയത് ഈ മഴയത്തും ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ, ഫാമിലി ഉൾപ്പെടെ. അങ്ങനെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിനോട് യാത്ര പറഞ്ഞാൽ ഞങ്ങളിതേ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങി വരുംതോറും എന്ത് രസമായിരുന്നു അറിയാമോ ആ ഒരു ആകാശമൊക്കെ കാണാനായിട്ട്. കുറേയൊക്കെ വീഡിയോ എടുത്തു കേട്ടോ. ഭയങ്കര രസമായിട്ട് തോന്നി. നല്ല കോട ഉണ്ടായിരുന്നു. അതുപോലെ സൂര്യനൊക്കെ ആണെങ്കിലും ആ ഒരു അസ്തമയ സമയം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങിയ ഞങ്ങൾ 3 പേരും അത്താഴമൊക്കെ കഴിഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞെങ്കിൽ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എൻ്റെ കഥകളൊന്നും ഇവിടെ തീരുന്നില്ല. ബാക്കി വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണാം.